നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന സ്റ്റൈലിലുള്ള ഒരു കേസരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കേസരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഒരു നല്ലൊരു വലിയ പിഞ്ച് സാഫ്രൺ ആണ്. കുങ്കുമപ്പൂ നമ്മൾ കുറച്ച് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് റവ വെച്ചിട്ടുള്ള കേസരിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് നെയ്ക്കകത്ത് നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്, ചൂടായ നെയ്യിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ റൈസിൻസും കൂടെ ചേർക്കാം. ഇത് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നെയ്യ് ചേർക്കും. 1/2 കപ്പാണ് നമുക്ക് മൊത്തം വേണ്ടത്. അതിൻ്റെ ഒരു ഹാഫ് ഇപ്പോൾ ചേർത്തു. അതേപോലെ തന്നെ ഒരു ഓയിൽ 1/3 കപ്പ് ചേർക്കാം. ഇനി ഫ്ലേവർലെസ് ഓയിൽ ഉപയോഗിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. അപ്പം നെയ്യ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കളർ മാറാണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നല്ലൊരു മണം വരണം. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നാൽ കളർ മാറാനും പാടില്ല. ഏകദേശം 2 മിനിറ്റോളം നമ്മൾ ആ നെയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിക്കുകയാണ്. നെയ്യും എണ്ണയും കൂടെ ഉള്ള മിക്സ്ചറാണ്. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ചൂടുവെള്ളം വേണം ചേർക്കാൻ. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഗ്രാജുവലി ചേർക്കാം. ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേസരിയാണ്. ചൂടാറിയാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ടൈപ്പ് കേസരിയാണ്. തിള വരുന്നത് വരെ, നല്ലൊരു തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇതേപോലെ നല്ല തിള വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ ഇത് അടച്ചു വെക്കാം. ഒരു 6 മിനിറ്റ്സ് അടച്ചു വെച്ചത് കുക്ക് ചെയ്യാം. 6 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു കുക്ക് ചെയ്ത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റവയൊക്കെ നന്നായിട്ട് കുക്ക്ഡാണ്. ഇനി നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. മെഷറിംഗ് കപ്പിൽ ഒരു 1.25 കപ്പ്. നല്ല മധുരമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1.5 കപ്പൊക്കെ പഞ്ചസാര ചേർക്കാം. ഞാനൊരു 1.25 കപ്പ് പഞ്ചസാര ചേർത്തു. ഷുഗർ ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങും. ആ ഷുഗർ ഒന്ന് ഡിസോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ സാഫ്രണിൻ്റെ മിക്സ്ചർ ചേർക്കാം. അപ്പോൾ സാഫ്രൺ ചേർക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും, പിന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. നമ്മൾ 1/2 കപ്പ് നെയ്യുടെ കുറച്ച് ഭാഗം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഈ സമയത്ത് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനകത്തേക്ക് കുറച്ച് റൈസിൻസ് ആൻഡ് നട്ട്സ് ചേർക്കാം. കുറച്ച് ഞാൻ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാനായിട്ട്. മിക്സ് ചെയ്യുക. അതുപോലെ നമ്മൾ ഉപ്പ് ഇട്ടേക്കുന്നത് ആ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ കൂടിയിട്ടാണ്. നമ്മുടെ കേസരി റെഡിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കേസരി റെഡിയാണ്. നല്ല റിച്ചാണ്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇത് ചൂടാറിയാൽ ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കേസരി ഉണ്ടാക്കി ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 8 to 10 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് 8 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ടെക്സ്ചർ കണ്ട ചൂടാറിയാലും ഇതേപോലെ ഇരിക്കും. ഇപ്പോൾ ചൂടാറിയതാണ്, ആറിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഒരു ടെക്സ്ചറിൽ ഇരിക്കും, ഹാർഡാവത്തില്ല. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഓയിലും അല്ലെങ്കിൽ ഗീയും ഒക്കെ ചേർത്തേക്കുന്നത്. നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കുറയ്ക്കാം. നമ്മൾ വേറൊരു വേർഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും നെയ്യൊന്നും ചേർക്കാതെ പാലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കേസരി. അതും നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.